പച്ചരി വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് 3 മണിക്കൂർ മുമ്പേ നല്ലപോലെ കുതിർത്തെടുത്തതാണ്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ രാത്രി തന്നെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാൽ രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മാവ് അരച്ച ഉടനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാവ് പിന്നീടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ട ഒരു കറി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ചെറുപയർ കറിയാണ് തയ്യാറാക്കുന്നത്. 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മുതൽ 4 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സാധാരണ ഏത് ഓയിലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ജീരകം മൂത്ത് വന്നതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്, അതുകൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം. ഇഞ്ചി നമ്മൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, വെളുത്തുള്ളിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാളയും കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 2 വറ്റൽമുളകും കൂടി ചേർക്കാം. വറ്റൽമുളക് എടുക്കാം, അല്ലെങ്കിൽ പച്ചമുളകായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ ചതച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഉള്ളി അത്യാവശ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ചെറിയൊരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒരെണ്ണം മാത്രം മതിയാവും. തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ വഴറ്റുന്ന സമയം കൊണ്ട് തന്നെ ചെറുപയറും നല്ലപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിനുള്ള വേവാണ്. കുറച്ചും കൂടി ഉടച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർക്കാം. ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് പോരാൻ തോന്നിയാൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ കറി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. തണുത്ത് കഴിയുമ്പോൾ ശരിയായിരിക്കും. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശയ്ക്കുള്ള അരിയും കൂടി അരച്ചെടുക്കാം. അപ്പോൾ കുതിർത്ത അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് തേങ്ങ എന്ന കണക്കിൽ വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർക്കാം, നിർബന്ധമില്ല. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇത് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്തു. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം പോരാൻ തോന്നിയാൽ ഈ വെള്ളം നമ്മൾ ഒഴിക്കേണ്ടി വരും. അപ്പോൾ നീർദോശയ്ക്ക് കുറച്ച് ലൂസായിട്ടിരിക്കണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ മാവിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ മതി. നമുക്ക് ആ സ്പൂണ് ശരിക്കും ഇതുപോലെ കാണാൻ പറ്റണം. ആണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ കറി നമ്മൾ റെഡിയാക്കി വെച്ചത്. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ പാനൊക്കെ ആകുമ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതല്ലാതെ സാധാരണ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിലാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഒന്ന് കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് എടുക്കാം. പിന്നെ ഇത് നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. എന്നാലേ നമുക്ക് ശരിക്കും ആ ഒരു പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അധികം ചൂടില്ലാത്ത ദോശ പാനിലേക്കാണ് നമ്മൾ മാവ് ഒഴിക്കുന്നതെങ്കിൽ അവിടെ ആയിട്ട് ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ പാൻ ചൂടാക്കിയതിന് ശേഷം മാത്രം വേണം മാവ് ഒഴിക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം.
അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നീർദോശയും ചെറുപയർ കറിയും ഇവിടെ റെഡിയാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.